നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് 4 മണിക്ക് കഴിക്കാവുന്ന ഏറ്റവും നല്ല റിച്ചായിട്ടുള്ളൊരു പലഹാരമാണ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ചാണ്. അതിനകത്ത് ചിക്കന്, ബ്രെഡ്, വെജിറ്റബിൾ എല്ലാം ഉണ്ട്. അത് നമുക്കൊന്ന് ചെയ്തു. അതിന് വേണ്ടതായ സാധനങ്ങളാണ്: ഒരു 8 സ്ലൈസ് ബ്രെഡ് ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു സവാള നീളത്തിലരിഞ്ഞത്, ഒരു 4 വലിയൊരു ക്യാപ്സിക്കത്തിൻ്റെ 4 ഒരേ അളവിൽ, അതും ഒരു ടൊമാറ്റോയും കാബേജും. ഇത്രയും വെജിറ്റബിൾ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ഇടാൻ ചെറുതായിട്ട്. ഇത്രയും വെജിറ്റബിളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഏകദേശം ഒരു 100 ഗ്രാം ബോൺലെസ് ചിക്കൻ ഞാൻ എടുത്ത് അത് കുരുമുളക്, ഉപ്പും ഒക്കെ മഞ്ഞളും ഇട്ട് വേവിച്ച് ചെറുതായിട്ട് നമ്മൾ ഈ രീതിയിൽ അടർത്തി എടുത്തിരിക്കുന്ന ചിക്കനാണ്. ഇത് നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നതിന് അതിന് വേണ്ടി. പിന്നെ മയോണൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. മയോണൈസ് ഞാനിവിടെ നമ്മുടെ പെപ്പർ ഫ്ലേവറായിട്ടുള്ള മയോണൈസാണ് ഉണ്ടാക്കുന്നത്. കൂടാതെ 2 മുട്ട, ഒരു 1/4 കപ്പ് പാല്, കുറച്ച് നമുക്ക് ഈ ബട്ടർ വേണം, അതുപോലെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് പെപ്പർ പൗഡർ. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായ സാധനം. ആദ്യമായിട്ട് നമ്മൾ 2 മുട്ട ഇതിനകത്തിൽ ഒഴിച്ചിട്ടുണ്ട്, പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലൂടെ 1/4 കപ്പ് പാലൂടെ മിക്സ് ചെയ്തു. പിന്നെ നമുക്കൊരു ശകലം ഉപ്പിട്ടാൽ മതി, കാരണം ഉപ്പ് ഓൾറെഡി നമ്മൾ മയോണൈസിനകത്തും ഇതിനകത്തും ഇടുന്നതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. അധികം ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലാ ഉപ്പും ഇടാകുമ്പോൾ ഇതുകൂടാകും. പിന്നെ ഒരല്പം നമുക്ക് കുരുമുളക് പൊടിയുണ്ട്, ഒരു നല്ല ഫ്ലേവറിന് വേണ്ടി. കുരുമുളകിൻ്റെ ഒരു ഫ്ലേവർ നന്നായിരിക്കും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയും പാലും എല്ലാം കൂടെ നന്നായിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ഫില്ലിങ്സ്, അകത്ത് വെക്കുന്ന വെജിറ്റബിളെല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടതിന് ശേഷം നമുക്കിപ്പം മയണൈസ് ചേർക്കാം. ഈ മയണൈസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്. നമുക്കെല്ലാവർക്കും വീട്ടിലുണ്ടാക്കുന്നുണ്ട്. ഇത് കുരുമുളക് ഫ്ലേവർ ഉണ്ടാക്കിയ മയണൈസാണ്. ഓൾറെഡി നമുക്ക് ഇതിനകത്തിൽ ഉപ്പുണ്ട് മയണൈസിൽ. വേണമെങ്കിൽ മാത്രം നമുക്ക് അല്പം കൂടെ ഉപ്പ് ഇതിനകത്ത് ചേർക്കാം. ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ ആവശ്യത്തിന് ഈ വെജിറ്റബിൾസ് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ മയണൈസ് വരണം. ഇനി നമുക്ക് ചിക്കനോട് ഇതിനകത്തിൽ ചിക്കനോടിട്ട് ഒന്നുകൂടെ നമുക്ക് മയണൈസ് കുറച്ചുകൂടെ ചേർത്ത് നല്ലവണ്ണം എല്ലായിടത്തും ചിക്കൻ പീസ് എത്തത്തക്ക രീതിയിൽ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ചിക്കൻ ഒക്കെ ചേർന്ന ഒരു നല്ല ഫുഡായിട്ട് 4 മണിക്കൊക്കെ കഴിക്കാവുന്നതാണ്. തവ ചൂടായിട്ടുണ്ട്. നമുക്ക് ഒന്ന് ബട്ടർ തേച്ചിട്ട് തീരെ സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഈ ബ്രെഡ് എടുത്ത് ഇതിൽ മുക്കിയിട്ട് തിരിച്ച് മറിച്ച് വരണം. മുക്കിയിട്ട് ഇതിലേക്ക് വെക്കുക. നമ്മുടെ രണ്ടാമത്തെ സ്ലൈസോട് വെച്ചിട്ട് ആദ്യത്തെ ഈ പരുവത്തിൽ മൂപ്പിച്ചെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് ഈ സാൻഡ്വിച്ച് കുറച്ച് ഇങ്ങനെ രണ്ടാമത്തെ നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസും മൂത്തിട്ടുണ്ട്. അതെടുത്ത് ഇതിലേക്ക് വെക്കും. അങ്ങനെ നമ്മുടെ ചിക്കൻ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്.